അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കിടിലം വീടാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നമുക്കൊരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളി മനോഹരമായൊരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന, ആർക്കും ഒന്ന് കണ്ടു നിന്ന് പോകുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പണി ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ഭാഗമായാലും നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് നമുക്ക് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ കേബിൾ റൂഫും അതുപോലെ തന്നെ ബോക്സിംഗ് മോഡൽ ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു എലിവേഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു കിടിലം വീട് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട്. 5,300 സെൻറ്റ് സ്ഥലത്ത് 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ്. റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ളൊരു വീടാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബസ് റൂട്ടാണ്, മെയിൻ ബസ് റൂട്ടാണ് ഈ ഒരു റോഡെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം മൂങ്ങോട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു സെൻട്രൽ സിറ്റിയിലോട്ടൊക്കെ നമുക്കൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 25 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് തന്നെയാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. കാണുന്ന പോലെ തന്നെ എൻട്രൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല വലിയ വീതിയുള്ള എൻട്രൻസും കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ വീടിന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് തീർത്ത ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വിശാലമേറിയ ഒരു സ്പേസാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നത്. 5,300 സെൻറ്റ് സ്ഥലം നമുക്കുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാർ പാർക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു 3 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, കുറഞ്ഞതൊരു 3 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ് തീർത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോർവെല്ലാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ നമുക്ക് എലിവേഷൻ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇന്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. സിറ്റ് ഔട്ട് നമുക്ക് നല്ല സ്ക്വയർ മോഡൽ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീടിന് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് നമുക്ക് ഒരു 8x6 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ്. 2 സ്റ്റെപ്പ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് സ്പോട്ടിൽ ഡെക്കറേഷൻ ആക്കിയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഫ്രണ്ട് ഡോർ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഒരു ഒറ്റ പാളി വരുന്ന ഒരു ഡോറാണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ അടിയിലാണ് നമ്മൾ ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് തീർത്ത ഡോർ വരുന്ന ഒറ്റ പാളി വരുന്ന ഒരു മെയിൻ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. നേരെ നമുക്ക് സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് ഇത്രയും നല്ല വിശാലമേറിയ സ്പേസ് ഉൾപ്പെടെ വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ലിവിങ് ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളാണ് ഈ വീടിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രീമിയം രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ കാണുന്ന അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ, നല്ല പ്രീമിയം രീതിയിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ചെയ്തേക്കുന്നത്. താഴെയും സൈഡിലുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പാനൽ വർക്കും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കും കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ചുമര് നമുക്ക് കാണാൻ പറ്റും. 15x20 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20x15 ഡയമെൻഷൻ വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡോർ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് നമുക്ക് പുറത്തോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡോർ. അത് നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം പകൽ സമയത്തൊക്കെ നമുക്ക് സുഖമായിട്ട് വീടിനകത്ത് ഒരുപാട് ലൈറ്റും അതുപോലെ തന്നെ എയറും നമുക്ക് സുഖമായിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ആ ഒരു ഡോർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു എൻട്രൻസ് പോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുൾ നമുക്ക് ഇങ്ങനത്തെ ബാർ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ, സ്റ്റീൽ ബാർ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ഡെക്കറേഷൻ ഒരു സർക്കുലർ മോഡലിലെ ഒരു വിൻഡോ ഉൾപ്പെടെ നമുക്കവിടെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഒരു ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തൊരു സ്റ്റെപ്പും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളും വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട്
ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു സ്പേസ് നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്ത് ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ലിവിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോകുന്നതിന് മുന്നേ വരുന്ന കുറച്ച് നല്ല ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളാണ്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ഡൈനിങ് സ്പേസ് ഏരിയ. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു മിറർ ഉൾപ്പെടെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഡൈനിങ് ഏരിയ സ്പേസ് തന്നെയാണ്. കാണുമ്പോഴത്തേക്ക് നമ്മൾ ഡബിൾ ഹൈറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അല്ലാതെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പാനൽ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഈ ഒരു ഡൈനിങ്ങയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകാം. കിച്ചണെല്ലാം തന്നെ നല്ല ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചണാണ്. പ്ലസ് നമുക്ക് വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൻട്രൻസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്ത് സൈഡിലായിട്ട് നമുക്കൊരു കോക്കറി ഷെൽഫും ഈ ഭാഗത്ത് നമുക്ക് കോക്കറി ഷെൽഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു എൻട്രൻസ് നമുക്കൊരു കിച്ചണിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ. കളർ തീം ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചണാണ്. താഴെയും മുകളിലുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ചിമ്മിനിയും അതുപോലെ ഹോബും ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് സിങ്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കിച്ചൺ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് താഴെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരിത് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്യുന്നത്. ഫോൾ സീലിംഗെല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനാക്കി അവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും വർക്ക് ഏരിയ സ്പേസിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നത് വീണ്ടും വർക്ക് ഏരിയ സ്പേസ് ആണ്. വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ, സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ്. ക്യാബിനറ്റ്സ് ഒക്കെ മുകളിൽ താഴെയോട്ട് ഒരുപാട് സ്പേസിന് വേണ്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്ത പോലെ തന്നെ വീട് നമുക്ക് 4 BHK ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. 14x16 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രീമിയം രീതിയിൽ നമുക്ക് ചെയ്ത ഒരു ടെക്സ്ചർ വർക്ക് വരുന്ന ആർട്ട് വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. 2 കർട്ടൺ ബ്ലിൻസ് ഉൾപ്പെടെ വരുന്ന വിൻഡോസ്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു ഡെക്കറേഷനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ റൂഫ്സ് നമുക്ക് വരുന്നുണ്ട്. സെപ്പറേറ്റ് തന്നെ ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെ വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ കിടക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള മിററും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു റൂമിന് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ബാത്റൂമിൽ നമുക്ക് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റീലും അതുപോലെ തന്നെ തടിയുടെ ഹാൻഡിൽസാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ എല്ലാം തന്നെ നല്ല ഗ്രാനൈറ്റിലെ നമുക്ക് സ്റ്റെപ്സും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടോപ്പ് എൻഡ് വരെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ചുമര് മുഴുവനും നമുക്ക് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിലായിട്ട് ഫർഗോള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട്ടിനകത്ത് സുഖമായിട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടത്തക്ക രീതിയിൽ
തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൽ ഷേപ്പ് ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഹാൾ നമുക്ക് വരുന്നത്. ലിവിങ് ഏരിയ സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ടി വി യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് നല്ല ഓപ്പൺ രീതിയിലുള്ള ടി വി യൂണിറ്റ് ഏരിയ ആണ്. എത്ര വലിയ ടി വി ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പാനൽ വർക്ക് നമുക്ക് ഹാഫിൻ്റെ വരെ നമുക്ക് പാനൽ വർക്ക് നമുക്ക് ചെയ്ത് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഏരിയ ആണ്. ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു ഫോൾ സീലിംഗ് ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, ഒരു ലിവിങ് ഏരിയ പ്ലസ് ഒരു ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 14x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ വീതിയുള്ള ഒരു അടിപൊളി ബെഡ്റൂം. നമുക്ക് താഴത്തെ റൂം കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസ് നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് തന്നെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ റൂഫ് നമുക്കിവിടെ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ പ്ലസ് നമുക്ക് മിറർ ഉൾപ്പെടെ വരുന്നുണ്ട്. മിററിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഡ്രസ്സിങ് മിററാണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലും കിട്ടുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂമിൽ കംപ്ലീറ്റ് ആയിട്ട്. ഫിറ്റിങ്സ് നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് ആണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്ക് എടുത്തു വരേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാൽക്കണിയുടെ ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ബാൽക്കണി തന്നെയാണ്. മെയിൻ ബാൽക്കണിയോട് ചേർന്ന് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാൽക്കണി സെറ്റപ്പ് നമുക്കിവിടെ ഈ റൂമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിൽസ് ആണ്. ഫോൾ സീലിംഗ് എല്ലാം സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്ത് നമുക്ക് തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ്. നേരത്തെ കണ്ട മെയിൻ റോഡ് നമുക്ക് ബസ് റൂട്ട് മെയിൻ റോഡ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറെന്ന് പറയുമ്പോഴത്തേക്കും കർട്ടൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്ത ഈ ഒരു ബാൽക്കണി ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നമുക്ക് ചെയ്തിട്ടുള്ള ഡോറെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിൽ പോകുന്നതിന് മുന്നേ ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കൗണ്ടർ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. നാലാമത്തെ ബെഡ്റൂമാണ്. 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു സ്പേസ് നമുക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വിൻഡോ സൈഡിൽ നമുക്ക് സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. കർട്ടൺ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ നമുക്ക് ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമ്മുടെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിനും വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി മൂങ്ങോട് എന്നുള്ള സ്ഥലത്ത് നമുക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ ഇത്ര നേരം കംപ്ലീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. 5 300 സെൻറ്റ് സ്ഥലത്ത് 2 300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത ഇത്ര നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ബസ് റൂട്ടിന് ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,10,00,000 1,10,10,00,000 ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ
ആസ്കിങ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടെയാണ്. അപ്പോൾ വീടിൻ്റെ പ്രൈസ് റേഞ്ച് അറിയാനായിട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടോ ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.